കുഞ്ഞുബായ്. അസ്സലാത്തു ഖൈറും മിനന്നൗം. അസ്സലാത്തു ഖൈറും സുബ്ഹാന്റെ മസ്ജിദിൽ സുബഹി വാങ്ങുയരുമ്പോൾ സുജൂദ് ചെയ്യുവാൻ തൗഫീഖ് ഏകല്ലാഹ്. സുഖങ്ങളിൽ മുഴുകുമ്പോൾ ശുക്രോതി കൂടുവാൻ ഹക്കവനെ എന്നെ തുണക്കേണമേ. ഹക്കും ബാത്തിലും തിരിക്കേണമേ. സുബ്ഹാന്റെ മസ്ജിദിൽ സുബഹി വാങ്ങുയരുമ്പോൾ സുജൂദ് ചെയ്യുവാൻ തൗഫീഖ് ഏകല്ലാഹ്. സുഖങ്ങളിൽ മുഴുകുമ്പോൾ ശുക്രോതി കൂടുവാൻ ഹക്കവനെ എന്നെ തുണക്കേണമേ. ഹക്കും ബാത്തിലും തിരിക്കേണമേ. കൈക്കുമ്പിൽ നീട്ടിരക്കുവാനല്ലാതെ ഇല്ല ഇലാഹേ വേറെ മാർഗം. കൈക്കുമ്പിൽ നീട്ടിരക്കുവാനല്ലാതെ ഇല്ല ഇലാഹേ വേറെ മാർഗം. കരുണ കടലിന്റെ ഉടമയാകാം നാദാനി. കനിവിന്റെ തീർത്ഥം എനിക്കേകണേ. കരളിന്റെ ദാഹം അടക്കിടണേ. സുബ്ഹാന്റെ മസ്ജിദിൽ സുബഹി വാങ്ങുയരുമ്പോൾ സുജൂദ് ചെയ്യുവാൻ തൗഫീഖ് ഏകല്ലാഹ്. സുഖങ്ങളിൽ മുഴുകുമ്പോൾ ശുക്രോതി കൂടുവാൻ ഹക്കവനെ എന്നെ തുണക്കേണമേ. ഹക്കും ബാത്തിലും തിരിക്കേണമേ. മാപ്പിളപ്പാട്ടിന് മഹത്തായൊരു സംസ്കാര സംഗീത പൈതൃകമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഈ ഒരു സംഗീത റിയാലിറ്റി ഷോയിൽ മെഗാ ഷോയിലേക്ക് അതല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടേണ്ട 2 മത്സരാർത്ഥികളെ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലെ? നമുക്ക് ജഡ്ജസിനോട് ചോദിക്കല്ലേ? കുഞ്ഞുബായ്, സിയ, ഷാ, ഓക്കെ, റെഡി? ഫിറോസിക്ക. 3 പേരും ടെൻഷന്റെ ഒരു മുൾമുനയിലാണെന്നറിയാം. പിന്നെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണല്ലോ അല്ലേ? നിങ്ങൾ പാടിയ പാട്ടുകളൊക്കെ ഇത് തുടങ്ങിയ സമയം മുതൽ ഇപ്പോൾ വരെ ഇത്രയും എപ്പിസോഡുകളിൽ നിങ്ങൾ പാടിയ പാട്ടുകളൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. വളരെ കൃത്യമായും വ്യക്തമായും ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ പാടിയ പാട്ടുകളെ ഓരോന്നായി എടുത്ത് കീറിമുറിച്ചൊന്നും പറയുന്നില്ല. കാരണം അത് നമ്മുടെ മത്സരത്തിന്റെ വേറൊരു ഭാഗമായതുകൊണ്ടാണ് ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത്. പാട്ടുകളെ കീറിമുറിക്കുന്നൊന്നുമില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ശ്രുതി ഉൾക്കൊണ്ട് മ്യൂസിക് ഒന്നുമില്ലാതെ കൃത്യമായി ശ്രുതി ഉൾക്കൊണ്ട് പാടണമെന്ന് ഞങ്ങൾ നിർദ്ദേശം തന്നു. അത് ഉൾക്കൊണ്ട് നിങ്ങൾ പാടി. അതിലെ വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അതിന്റെ എല്ലാ മുന്നേയുള്ള നിങ്ങളുടെ വിലയിരുത്തലുകളും ഇപ്പോൾ ഉള്ള വിലയിരുത്തലുകളുടെയും ഒരു യോജിപ്പ്, അതാണ് ഞങ്ങൾ നിങ്ങളെ ഇപ്പം അറിയിക്കുന്നത്. 2 പേര് നമ്മൾ സേഫ് സോണിലേക്ക് വരുന്ന ഫൈനലിസ്റ്റുകളായിട്ട് ഇനി നമ്മളോട് ചേരേണ്ട 2 പേരുടെ പേരുകളും മാർക്കുകളുമാണ് ഇവിടെ പറയുന്നത്. കുഞ്ഞുഭായ് 33 മാർക്ക്. കൺഗ്രാറ്റുലേഷൻസ് കുഞ്ഞുഭായ്. താങ്ക് യു. സിയ ജാസ്മിൻ 30.5 മാർക്ക് നേടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വ്യക്തമാണല്ലോ എന്താ കാര്യം എന്നുള്ളത് വ്യക്തമാണല്ലോ. 2 പേരാണ് ഫൈനലിൽ നമ്മളോട് ചേരുന്നത്. തീർച്ചയായും ഈ ഒരു ഫൈനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 2 പേർ സിയ ജാസ്മിനും കുഞ്ഞുബായുമാണ്. സോ നിറഞ്ഞ സംഭവത്തോടുകൂടി അതിലുപരി ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. കൺഗ്രാറ്റുലേഷൻസ് സിയ, കൺഗ്രാറ്റുലേഷൻസ് കുഞ്ഞുബായ്.
ഇരവൊരു സുഖമാപ്പിളഗാനം ഇതിൽ വിരിയും മിഴികളിലോണം അത് പട്ടുറുമാലെന്നറിയണം അത് പട്ടുറുമാലെന്നറിയണം. ഷാ എന്താണ് ചോദിച്ചോളൂ. പറയാം, ഇപ്പൊ ധൈര്യമായി മനസ്സിലുള്ളതെല്ലാം പറയാം. ഇവർ പറഞ്ഞതൊക്കെ പോലെ തന്നെ ഷായുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് തന്നെ ആവട്ടെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഒരുപാട് അറിവുകൾ നമുക്ക് എത്ര വില കൊടുത്താലും കിട്ടാത്ത അത്രയും വലിയ ഒരുപാട് അറിവുകൾ ഷായുടെ പാട്ടിൽ തന്നെ, ഷായുടെ സംഗീതത്തിൽ തന്നെ ഒരുപാട് തിരുത്താനൊക്കെ നമ്മുടെ ജഡ്ജസിന്റെ നിർദ്ദേശങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോ ഞങ്ങളെ വിട്ട് പോകുന്നു എന്നൊരു ഫീലിംഗ് ആർക്കും ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇനിയും ഇനിയും ഒരുപാട് അടുക്കേണ്ടവരാണ്, അടുത്ത് ഇടപഴകേണ്ടവരാണ്, പല സന്ദർഭങ്ങളിലും കാണേണ്ടവരാണ്. എന്ത് പറയുന്നു ഇപ്പോ? അള്ളാഹുവിനോട് നന്ദി പറയുന്നു, അൽഹംദുലില്ലാ. കാരണം ഒന്നുമല്ലായിരുന്ന ഞാന് ഇന്നിപ്പോ ഇവിടെ പട്ടുറുമാലിന്റെ സെമി ഫൈനലില് ഇവിടെ വരെ പാടാൻ സാധിച്ചു, ഇവിടെ വരെ എത്താൻ സാധിച്ചു. അതിന് അള്ളാഹുവിനോട് തീർത്താ നന്ദിയുണ്ട്. പിന്നെ ഇതുവരെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഈ പാട്ടിന്റെ ഈ ഒരു ഇത്രയും നാളത്തെ എൻ്റെ യാത്രയിൽ ഇതുവരെ എന്നെ ആരും അങ്ങനെ സ്പെഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നിട്ടില്ല. എൻ്റെ സ്വന്തം എനിക്കൊരു ആഗ്രഹം കൊണ്ട്, പാട്ടിനോടുള്ള അകമഴിഞ്ഞ ആഗ്രഹം കൊണ്ട് ഗൾഫിൽ പോകാൻ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷെ പോയിട്ടില്ല. എനിക്കിഷ്ടമല്ല പാട്ട് വിട്ട് പോവാൻ, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഇതുവരെ പോയിട്ടില്ല. പിന്നെ എല്ലാവരോടും ഒരുപാടധികം നന്ദി. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ ഒരു കുടുംബമാണത്. എനിക്ക് ഇതായിരിക്കുന്നു. സിയയുടെ ഉമ്മയാണെങ്കിലും മാരിയുടെ അമ്മയാണെങ്കിലും അവരൊക്കെ എനിക്ക് എൻ്റെ സ്വന്തം പോലെയാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ എൻ്റെ അനിയത്തിമാരാണ്. എനിക്ക് സീനത്തിന്റെ പെങ്ങളെപ്പോലെ തന്നെയാണ് എനിക്ക്. ഞാൻ ഇന്ന് വരെ ആരോടും മോശം പൊട്ടാന്ന് പറയിപ്പിച്ചിട്ടില്ല. അത് ഇവിടെയും അത് തന്നെ ആവർത്തിക്കാൻ പറ്റിയെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് എല്ലാവരും ക്ഷമിക്കണം. എന്റെ അറിവില്ലായ്മയായിട്ട് എല്ലാവരും കണക്കാക്കണം. എനിക്ക് ആരുടെ എങ്ങനെ പെരുമാറണം എന്നുള്ള അറിയില്ല. ഇങ്ങനെ ചാടിക്കളിച്ച് വർത്താനം പറയുന്നോണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ ഷാ, ഞങ്ങൾക്കും പ്രേക്ഷകർക്കും വേണ്ടി ഈ പ്ലാറ്റ്ഫോം വിട്ട് പോകുന്നതിന് മുമ്പ് മനസ്സിന് തോന്നുന്ന ഏതെങ്കിലും ഒരു 4 വരി, ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, മനസ്സിന്റെ പാട്ട് എന്ന് പറയില്ലേ, നിങ്ങൾക്ക് കൽബിലെ പാട്ട് എന്ന് ഞങ്ങളൊരു റൗണ്ട് തന്നിരുന്നു. അത് നിങ്ങളുടെ കൽബിലെ പാട്ട് തന്നെയായിരുന്നു. അതുപോലെ കൽബിൽ നിന്ന് വരുന്ന ഏത് പാട്ടായാലും. യാദൽ ജലാലേ ആലങ്ങൾ കൂടയോ നീ വാഹിദയാനൂരേ ഈമാന്റെ വഴി കാട്ടണേ ദിനമഞ്ചും തിരുമുൻപിൽ സുജൂദേകും ഹൃദയത്തിൽ വരം നൽകി തണലേകു റാഹിമായോനേ വരം നൽകി തണലേകു റാഹിമായോനേ അല്ലാഹ് യാദൽ ജലാലേ ആലങ്ങൾ കൂടയോ നീ. ഇവിടെ വന്നിട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം, എന്റെ ഇതുവരെ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാത്ത ഏറ്റവും വലിയൊരു ഭാഗ്യം. കാരണം ഇവിടെ ഒരുപാട് പാട്ടുകൾ പാടി. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എത്രയോ നല്ല നല്ല പാട്ടുകൾ പാടി. നമ്മൾ എരഞ്ഞോളി മൂസൊക്കെ അവിടെ വന്ന് ഒരുപാട് പാട്ടുകൾ പാടി. അദ്ദേഹം ഈ അണിയറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭാവിയിൽ വലിയൊരു പാട്ടുകാരനാവും. അദ്ദേഹത്തിന്റെ കൈകൊണ്ട് എന്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു എന്നെ. എനിക്കത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ പ്രത്യേകിച്ച് കമർക്കാരനോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് എന്റെ തെറ്റുകളെ കുറിച്ച്. അവരൊക്കെ ഒരുപാട് പറഞ്ഞു തരാറുണ്ട്. എല്ലാവർക്കും ഒരുപാടധികം നന്ദി. ബ്യൂട്ടി മാർഗോൾ പട്ടുറുമാൽ ഇശൽ മർഹബ പ്രസിഡന്റ് ബൈ ക്ലിക്ക് ഓൺ എന്ന ഈ വലിയ സംഗീത യാത്രയിൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന 5 നക്ഷത്രങ്ങൾക്ക് ഒരു സ്നേഹ സമ്മാനം ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. ഈ ഒരു കർമ്മം ചെയ്യാൻ ഞങ്ങൾ ഈ വിധികർത്താക്കളേക്കാൾ
യോഗ്യനായ ഒരു വ്യക്തി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഒരുപാട് പാട്ടുകൾ ഈ റംസാൻ കൂടുതൽ നാളുകളിൽ നമുക്ക് പാടിത്തന്ന എപ്പിസോഡുകളിൽ പാടിത്തന്നുകൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ തന്നെ മാപ്പിളപ്പാട്ടിനെ എത്തിച്ച ഒരു അരനൂറ്റാണ്ടായി മാപ്പിളപ്പാട്ട് രംഗത്ത് തിളക്കമാർന്ന വിജയം കൈവരിച്ച, ഗൾഫ് നാടുകളിലേക്ക് ഗായകൻ എന്ന നിലയിൽ 1000ാമത്തെ സ്റ്റേജ് പൂർത്തീകരിച്ച കേരളത്തിന്റെ ഭാരതത്തിന്റെ പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ടുകാരൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മൂസക്ക, എരിഞ്ഞോളി മൂസക്കയെ ഈ കർമ്മം നിർവഹിക്കാനായിട്ട് ഫൈനലിലേക്ക് കടന്ന കുട്ടികൾക്ക് അതിലേക്കുള്ളൊരു പ്രവേശനം നൽകുന്നതിനായി മൂസക്കയെ സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. സുറുമക്കണ്ണിണയാൻ ഹായ് മൈലാഞ്ചി കൈവിരലാൻ മഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുടുമാ തങ്കക്കിനാവുകളാൻ ഹായ് ഹായ് താളത്തിൽ പാടുകയാൻ മണിമഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുടുമാ പാട്ടുടുമാ ഇത് പാട്ടുടുമാ പാട്ടുടുമാ ഇത് പാട്ടുടുമാ പാട്ടുടുമാ ഇത് പട്ടുടുമാ പാട്ടുടുമാ ഇത് പട്ടുടുമാ. ബ്യൂട്ടി മാർഗോൾ പട്ടുറുമാൽ ഇശൽ മർഹബ പ്രസിഡന്റ് ബൈ ക്ലിക്കോണിൽ 22 മികച്ച മത്സരാർത്ഥികളിൽ നിന്നും ഗ്രാൻഡ് ഫിനാലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 5 നക്ഷത്രങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുബായ്, ദിൽന ഹസൻ, സിയ ജാസ്മിൻ, ആര്യ മോഹൻദാസ് ആൻഡ് ഷമീർ. ആരായിരിക്കും ടൈറ്റിൽ വിൻ ചെയ്യാൻ പോകുന്നതെന്നറിയാൻ നിങ്ങളെ പോലെ ഞങ്ങൾ എല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു. ഇവർക്കുള്ള പ്രാർത്ഥനകളും ആശംസകളും തീർച്ചയായും ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരുടെ കയ്യിൽ നിന്നും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. വീണ്ടും അരങ്ങുണരുമ്പോൾ ഈ സംഗീതരാവ് നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. അതുവരെ കാത്തിരിക്കുക. എല്ലാവർക്കും ശുഭരാത്രി. മാപ്പിളപ്പാട്ടിനാൽ പട്ടുറുമാൽ തന്നെ.